രാമചന്ദ്രപ്രഭോ പാഹി മാം രാമഭദ്രപ്രഭോ പാഹി മാം ഞങ്ങളെ രക്ഷിപ്പതിന് മറ്റാരുള്ളോ തിങ്ങിനെ കാരുണ്യ പീയൂഷവാരിധേ. നിൻ തിരുനാമാമൃതം ജപിച്ചിടുവാൻ സന്തതം തോന്നേണമെൻ പോറ്റി മനസ്സേ. നിൻ ചരിതാമൃതം ചൊല്ലുവാൻ എപ്പോഴും എൻ ചെവി കൊണ്ട് കേൾപ്പാനും അനുദിനം യോഗം വരുവാൻ അനുഗ്രഹിക്കണമേ. യോഗമൂർത്തേ ജനകാത്മജാവല്ലഭ യോഗം വരുവാൻ അനുഗ്രഹിക്കണമേ. യോഗമൂർത്തേ ജനകാത്മജാവല്ലഭ. ശ്രീരാമായണം 31-ാം ദിവസം അവസാന ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതുവരെയും ഈ രാമായണ പാരായണം നടത്തുന്നതിലൂടെ ഇതിൻ്റെ കഥാമൃതം കേട്ട് അത് മനസ്സിലാക്കുന്ന കുറേ പേർ, വളരെ ചുരുക്കം, ഒരാളെ ഉള്ളെങ്കിൽ അത്ര തന്നെ, അതല്ല 10 പേരുണ്ടെങ്കിൽ അത്രയും ഭഗവാന്റെ അനുഗ്രഹം. അവരെ എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ചൊരിയട്ടെ. ഈ രാമായണ മാസാചരണ കാലത്ത് ഭഗവാന്റെ ആ തൃപ്പാദങ്ങളിലൂടെ, ആ യാത്ര ചെയ്യുന്ന ആ തിരുവടികളിലൂടെ ദേവിയുടെയും ഭഗവാന്റെയും കൈപിടിച്ച് ആ ഭക്തിയുടെ ആ ഉത്തമ ശൃംഗമാകുന്ന ഹനുമാൻ സ്വാമിയുടെ ശക്തി പ്രഭാവത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് നവ്യമായ ഒരു ജീവിത അനുഭവമാണ് ലഭിക്കുന്നത്. ഇതുവരെയും നാം ആരായിരുന്നോ, എന്തായിരുന്നോ, എങ്ങനെയായിരുന്നോ എന്നൊന്നും നമ്മൾ ഇനി നമ്മുടെ ജീവിതത്തിൽ അതൊന്നും ഒരു വിഷയമല്ല. നമ്മൾ രാമൻ്റെ ഭക്തരായി മാറി, ശ്രീരാമചന്ദ്രൻ്റെ ഭക്തരായി മാറുകയും ആ രാമചന്ദ്രപ്രഭുവിൻ്റെ ധർമ്മവും സത്യവും നീതിയും നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിരന്തരം ഒരു നിശ്ചലമാകാത്ത ഒരു ചലനാത്മകമായ എപ്പോഴും തുടിക്കുന്ന രാമചന്ദ്രൻ്റെ ഹൃദയം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിറയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും, എന്നെ ശ്രവിച്ചിരുന്നവർക്കും ശ്രവിക്കാത്തവർക്കും എല്ലാവർക്കും ശ്രീരാമചന്ദ്രനും സാക്ഷാൽ മായാപ്രകൃതിയായ മൂലമായ ദേവിയായ ഭഗവതിയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ പുണ്യമാസാചരണം വളരെ ഫലവത്തായി തീർത്തതിൽ ഭഗവാന്റെ അനുഗ്രഹവും ഭക്തരുടെ മനസ്സിൻ്റെ ആ ഭക്തി നിർഭരതയും എല്ലായ്പ്പോഴും അത് തുടരട്ടെ. രാമായണ മാസാചരണത്തോടു കൂടി നമ്മൾ ശ്രീരാമചന്ദ്രനെയും ഹനുമാൻ സ്വാമിയെയൊക്കെ മാറ്റിവെച്ചിട്ട് വീണ്ടും അടുത്ത വർഷം എടുക്കുകയല്ല വേണ്ടത്. ഈ രാമപാദങ്ങളിലൂടെ തന്നെ നമുക്ക് നിരന്തരം സഞ്ചരിക്കാൻ കഴിയണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയിരുന്നത് ദേവിയെ അണിയിച്ചൊരുക്കി പല്ലക്കിൽ ഇങ്ങനെ വിഭീഷണൻ്റെ അകമ്പടിയോടെ ദേവിയെ ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ദേവിയോട് വിവരം ചെന്ന് പറയാൻ ഹനുമാൻ സ്വാമിയോട് പറയുന്നു. എന്നിട്ട് ദേവിയുടെ ഭാവം എന്താണ്, ദേവി എന്താണ് തിരിച്ചു പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്നോട് വന്ന് പറയൂ എന്നൊക്കെ ശ്രീരാമചന്ദ്രൻ ഹനുമാൻ സ്വാമിയോട് പറയുന്നുണ്ട്. അങ്ങനെ ചെന്ന് പറയുമ്പോൾ ഞാൻ എന്താണ്, അല്ലയോ മർക്കട ശ്രേഷ്ഠ, ഞാൻ അങ്ങയോട് പറയേണ്ടത്, എൻ്റെ ഭർത്താവിനെ കാണുവാൻ ഇനി എന്താണ്, എത്രയും സമയം ഞാൻ ഇനിയും ചിലവഴിക്കണം, എനിക്ക് അതിനുള്ള യോഗം ഇനി എപ്പോഴുണ്ടാകും? ഭഗവാന്റെ രാമപാദം പ്രാർത്ഥിച്ചിരിക്കുന്ന എനിക്ക് ഇനിയും ധീരത്വമില്ല, എനിക്ക് ധൈര്യതയില്ല, ഇനിയും ഇത് പുറത്ത് രാമനെ കാണാതിരിക്കുവാൻ എന്നൊക്കെ കരഞ്ഞു പറയുകയാണ്. അപ്പോൾ ശ്രീരാമചന്ദ്രനോട് വന്ന് ഹനുമാൻ സ്വാമി ഈ വിഷയങ്ങൾ ദേവി പറഞ്ഞത് പറയുന്നു. അതിനുശേഷമാണ് ദേവിയെ കുളിപ്പിച്ചൊരുക്കി കൊണ്ടുവരുമെന്ന് പറയുന്നത്. വിഭീഷണൻ അതുപോലെ തന്നെ പ്രായമുള്ള സ്ത്രീകളെ വിളിച്ച് ദേവിയെ കുളിപ്പിച്ച് പുതുവസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ രാജോചിതമായി അലങ്കരിച്ച് പല്ലക്കിൽ ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോൾ അത് കൊണ്ടുവന്ന് ദേവി വരുമ്പോൾ വളരെ ഘോഷങ്ങളോടെ വാദ്യങ്ങളോടെ ആണ് ദേവിയെ കൊണ്ടുവരുന്നത്. അപ്പോൾ വാനരസേനകളെല്ലാവരും അതുപോലെ രാക്ഷസ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും തിക്കി തിരക്കുവാണ് ദേവിയെ കാണുവാൻ വേണ്ടി, ഒരു നോക്ക് കാണാൻ. അതിനുവേണ്ടിയാണല്ലോ വാനര സൈന്യങ്ങൾ മുഴുവൻ ഇത്രയും അധ്വാനിച്ചത്. അപ്പോൾ അവരുടെ തിക്കും തിരക്കും കണ്ടുകൊണ്ട് വിഭീഷണൻ അവരെ
ഒഴിച്ചു നിർത്താൻ ഭാവിക്കുമ്പോൾ ഭഗവാൻ പറയുന്നു, അവരെ വിഷമിപ്പിക്കേണ്ട, അവർ ഈ പ്രയത്നിച്ചതെല്ലാം ദേവി വരുന്നൊക്കെ കാണാൻ വേണ്ടിയല്ലേ, അവരെല്ലാം ഇതിനകത്തിൽ പ്രവർത്തിച്ചവരല്ലേ, അവരെല്ലാവരും കാണട്ടെ. എന്നിട്ട് വാനരന്മാരോട് പറയുന്നു, അമ്മയെ പോയി കാണുന്നത് പോലെ ദേവിയെ പോയി കാണൂ എന്ന്. അങ്ങനെ സീതാദേവിയെ ആ പല്ലക്കിൽ നിന്ന് ഇറങ്ങി ദേവി ശ്രീരാമചന്ദ്രൻ്റെ പാതാരവിന്ദങ്ങളിൽ വന്ന് സാഷ്ടാംഗം പ്രണമിച്ച് ആ പാദങ്ങളിൽ കണ്ണുനീർ കൊണ്ട് പാദങ്ങൾ കഴുകുന്നു. രാമചന്ദ്രപ്രഭു നിസ്സംഗനായി ദേവിയെ നോക്കി നിസ്സംഗതയോടുകൂടി നിൽക്കുന്നു. ദേവി എത്രയോ കാലം കൊണ്ട്, ഒരു വർഷക്കാലമായിട്ട് ഭഗവാനെ കാണുവാൻ കണ്ണുകൾ കുതിച്ച് മനസ്സ് കുതിച്ച് ഹൃദയം തുടിച്ചിരുന്ന ദേവിയുടെ കണ്ണുനീരിൽ നിന്ന് ദുഃഖം ഇങ്ങനെ പാദങ്ങളിലേക്ക് ഒഴുകുകയാണ്. എന്നാൽ ഭഗവാന് നിസ്സംഗനായി നിർമ്മമനായി ഇരിക്കുകയാണ്, ധ്യാനനിരതനായി ഭഗവാൻ. അപ്പോൾ ഇത് കണ്ടിട്ട് ദേവി ഭഗവാൻ ഇങ്ങനെ നിർമ്മമനായിരിക്കുന്ന ഭഗവാനെ കണ്ടപ്പോൾ ദേവി പറയുന്നു ലക്ഷ്മണനോട് എത്രയും വേഗം ഒരു അഗ്നികുണ്ഠം ഒരുക്കുവാൻ. അങ്ങനെ ഇത് കണ്ടിട്ട് ലക്ഷ്മണനും വളരെ വിഷമമായി. ആ ദേവന്മാരെല്ലാവരും ഇവരൊന്നിക്കുന്ന ആ സംഗമ സമയത്ത് അന്തരീക്ഷത്തിൽ ദേവ കിന്നര യക്ഷ രക്ഷ അപ്സരസ് വൃന്ദങ്ങൾ എല്ലാവരും ഉണ്ട്. താപസന്മാരും മുനി സപ്തഋഷികളും താപസവർഗങ്ങളും പഞ്ചഭൂതത്തിൻ്റെതായ അധിദേവതകളും എല്ലാവരുമുണ്ട്. പ്രപഞ്ചത്തിലെ സമസ്ത ജീവജാലങ്ങളും അന്തരീക്ഷചാരികളായി അവിടെ നിൽപ്പുണ്ട് ഈ സീതാരാമന്മാരുടെ ഒത്തുചേരൽ കാണുവാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ സീതാദേവി ലക്ഷ്മണനോട് പറയുകയാണ്. അപ്പോൾ ലക്ഷ്മണനും വളരെ വിഷമം. രാമൻ്റെയും സീതയുടെയും ഹൃദയമായി എല്ലായ്പ്പോഴും പ്രവർത്തിച്ചിരുന്ന 14 വർഷം അവരെ ഇടതടവില്ലാതെ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ആ ലക്ഷ്മണന് ശ്രീരാമചന്ദ്രൻ്റെ മൗനം വല്ലാത്ത വിഷമം നൽകി. അങ്ങനെ ഹോമം കുണ്ഠം തീർക്കുന്നു. ആളിപ്പടരുന്ന അഗ്നിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സീതാദേവി ശ്രീരാമചന്ദ്രനെ 3 രൂപ പ്രദക്ഷിണം വെച്ചിട്ട് ആ പാതാരവിന്ദങ്ങളിൽ നമസ്കരിക്കുന്നു. അതിനുശേഷം ദേവന്മാരെയും അഗ്നിദേവനെയും പഞ്ചഭൂതങ്ങളെയും പിതൃപരമ്പരകളെയും ഗുരുക്കന്മാരെയൊക്കെ മനസ്സിൽ ധ്യാനിക്കുന്നു. എന്നിട്ട് ദേവി പറയുകയാണ്, ഭർത്താവിനെ ഒഴിഞ്ഞ് ഞാൻ മറ്റൊരു പുരുഷനെ ചിത്തത്തിലെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം ഓർക്കണം. എല്ലാറ്റിനും സകലത്തിനും സാക്ഷിയല്ലേ അവിടുന്ന്. എന്താണ് എൻ്റെ പരമാർത്ഥമെന്ന് അറിയിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അങ്ങനെ ഒരു മനസ്സുകൊണ്ട് പോലും മറ്റൊരാളെ എൻ്റെ ഭർത്താവായി ഞാൻ ഒരു നിമിഷമെങ്കിലും മറ്റൊരു പുരുഷനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ അഗ്നിക്ക് ഞാൻ ഇരയായി പോകട്ടെ, എനിക്ക് യാതൊരു വിഷമവുമില്ലാതിൽ എന്ന് പറഞ്ഞ് അഗ്നി ശുദ്ധി വരുത്തുകയാണ് ദേവി. എല്ലാ മാലിന്യത്തെയും കഴുകിക്കളയുന്നതാണല്ലോ അഗ്നി എന്ന് പറഞ്ഞുകൊണ്ട് ദേവി അഗ്നിയിലേക്ക് യാതൊരു ഭയവും കൂടാതെ, എന്നുവെച്ചാൽ സ്വന്തം ഭർത്താവ് ഇത്രയും നാളിലും ഭർത്താവിൻ്റെ പാദങ്ങൾ മാത്രം ആലോചിച്ചിരുന്ന് അത് ഒരു നോക്ക് കാണാൻ കാത്തിരുന്ന ദേവിയെ എനിക്ക് അത് കണ്ടുമുട്ടുന്ന അവസരത്തിൽ എനിക്ക് വലിയ വിശ്വാസക്കുറവുണ്ടെന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ അതിൽ പിന്നെ ഒരു ജീവിതം, പിന്നെ ആ പാതിവൃത്യ ശുദ്ധിയുള്ള സ്ത്രീക്ക് പിന്നെ ഒരു ജീവിതം എനിക്കിനി ജീവിക്കണമെന്ന് തോന്നില്ല. അപ്പോൾ അഗ്നിയിലല്ല എവിടെ വേണേലും കയറാം ഞാൻ. എനിക്ക് മരണം ഒരു വിഷയമല്ല. കാരണം മരണം എന്ന് പറയുന്നത് ഭർത്താവ് ഉപേക്ഷിക്കുന്ന അവസ്ഥയാണ്. ആ ഉപേക്ഷിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ അഗ്നിശുദ്ധി വരുത്തി കാണിച്ചു കൊടുക്കാം. അപ്പം മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ, അതൊന്നും എനിക്ക് ഒരു വിഷയമായിട്ട് ദേവിക്ക് അവിടെ തോന്നുന്നില്ല. ദേവി അങ്ങനെ അഗ്നിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സമസ്ത ലോകങ്ങളും നിശ്ചലമായി. ഇന്ദ്രനും കാലദേവനും വായുവും അഗ്നിയും എല്ലാവരും, വൃന്ദാരകാധിപന്മാരും കുബേരനും ശിവഭഗവാനും ബ്രഹ്മദേവനും അപ്സരസ്ത്രീകളും ഗന്ധർവരും കിന്നരും കിംപുരുഷന്മാരും പിതൃക്കളും മുനികളും ചാരണന്മാര് ഗുഹ്യകന്മാര് സിദ്ധന്മാർ സാധ്യന്മാർ നാരദനും തുമ്പുരുവും അങ്ങനെയുള്ള മുഖ്യജനങ്ങളും എല്ലാവരും വിമാനചാരികളായി ചുറ്റും നിറഞ്ഞിരുന്നു. ലോകം മുഴുവൻ നിശ്ചലമായി പ്രപഞ്ചം സീതാദേവിയുടെ അഗ്നിപ്രവേശനത്തിൽ.
രാമദേവൻ നിന്നരുളുന്ന ആ പ്രദേശത്തിൽ എല്ലാവരും വന്നു നിൽക്കുകയാണ്. സർവ്വലോകത്തിനും മംഗളം തരുന്ന ആ രാമചന്ദ്രനെ എല്ലാവരും പ്രാർത്ഥിക്കുകയും വന്ദിക്കുകയുമാണ്. ബ്രഹ്മദേവനും അതുപോലെ തന്നെ ദേവേന്ദ്രനും ഒക്കെ പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥന ഇങ്ങനെ നടക്കുമ്പോൾ ദേവിയെ അഗ്നിദേവന്റെ ഭാര്യയായ സ്വാഹയാണ് ദേവിയെ തൻ്റെ മടിയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അഗ്നിയിൽ നിന്ന് കൊണ്ടുവരികയും അഗ്നിദേവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയും അഗ്നിദേവൻ ആ അഗ്നിയിൽ നിന്ന് ഭൂമിയിലേക്ക് എടുത്ത് ശ്രീരാമചന്ദ്രന്റെ അരികിലേക്ക് എത്തിച്ചിട്ട് പറയുന്നു, ലങ്കേശ നിഗ്രഹാർത്ഥം വിപിനത്തിൽ വെച്ച് എന്നെ ഏൽപ്പിച്ചതാണല്ലോ. ലങ്കേശന്റെ വധത്തിന് വേണ്ടിയിട്ട് കാട്ടിൽ വെച്ച് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണല്ലോ ദേവിയെ. ആ ദേവിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, യാതൊരു ശങ്കയും കൂടാതെ ആ ദേവിയെ തിരിച്ച് അങ്ങ് സ്വീകരിക്കുക, പരിഗ്രഹിച്ചിടുക. എന്നിട്ട് സങ്കടം തീർത്ത് ഈ ജഗത്രയത്തിൽ എല്ലായിടവും സങ്കടം തീർത്ത് ലോകം പരിപാലിക്കുക. ദേവി ഏറ്റവും ശുദ്ധയാണ്. പാതിവൃത്യത്തിന്റെ മകുടമായിട്ടുള്ള സ്ത്രീരത്നമാണ്. അപ്പോൾ ദേവിയെ ഒരിക്കലും സംശയം വേണ്ട, ശങ്ക വേണ്ട എന്ന് പറഞ്ഞ് അഗ്നിദേവൻ സീതാദേവിയെ രാമചന്ദ്രപ്രഭുവിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം, അതായത് പാതിവൃത്യ ശുദ്ധിയിൽ അഗ്നിദേവൻ പോലും പറയുകയാണ്, ദേവിയുടെ പാതിവൃത്യ ശുദ്ധിയിൽ ഞാൻ പോലും പൊള്ളിപ്പോയി എന്ന് പറയുന്നു. അപ്പോൾ അഗ്നിക്ക് പോലും പൊള്ളലേറ്റ് ദേവിയുടെ പാതിവൃത്യ ശുദ്ധിയിൽ. അതാണൊരു പതിവ്രതയുടെ ശക്തിയും അവരിൽ നിന്ന് വരുന്ന ആർജവും വീര്യവുമെല്ലാം. അതിനുശേഷം ദേവേന്ദ്രന്റെ സ്തുതിയാണ്. ദേവേന്ദ്ര സ്തുതിയുടെ ആ വരികളാണ് ഞാൻ ആദ്യം ജപിച്ചത്. അതിനുശേഷം ദേവേന്ദ്രൻ ദേവലോകത്ത് സ്വർഗത്തിൽ ഇങ്ങനെ വസിച്ചിരുന്ന ദശരഥ മഹാരാജാവിനെ കാണുവാൻ വരുന്നു, വിമാനത്തിൽ കാണാൻ വരുന്നു. ആ ദശരഥനെ വന്ന് വണങ്ങുക എന്ന് പറഞ്ഞു. അങ്ങനെ ദശരഥന്റെ അരികിലേക്ക് വൈദേഹിയും ശ്രീരാമചന്ദ്രനും സുമിത്ര തനയനും കൂടി ചെന്നു. വളരെ ഗാഠമായി തൻ്റെ മക്കളെയൊക്കെ ഗാഠം പുണർന്ന് നെറുകയിൽ ചുംബിച്ച് പരമപുരുഷനായ സൗമിത്രിയെയും പരമപുരുഷനായ ശ്രീരാമചന്ദ്രനെയും സൗമിത്രിയെയും മൈഥിലിയെയും ഒക്കെ പ്രേമപൂർവം പുണർന്ന് ആനന്ദമഗ്നനായിട്ട് ദശരഥൻ പറയുകയാണ്, എൻ മകനായി പിറന്ന ഭവാനെ ഞാൻ നിർമ്മലമൂർത്തിയെ ധരിച്ചതെന്നാകയാൽ ജന്മ മരണാദി ദുഃഖങ്ങൾ തീർന്നത് നിൻ മഹാമായ മോഹിപ്പിക്കായി എന്നെയും കൽമഷനാശന കാരുണ്യവാരിതേ. അങ്ങനെ എൻ്റെ മകനായി പിറന്ന ലോകരക്ഷകനായ നാരായണസ്വാമി, അത് അങ്ങയ്ക്ക് കോടി പ്രണാമം. ഇതൊക്കെ കേട്ടതിന് ശേഷം ഇന്ദ്രാദി ദേവകളോടും താതവാക്യമൊക്കെ കേട്ട് താതനെ പോകുവാൻ അനുവദിക്കുകയും ഇന്ദ്രാദി ദേവകളോട് ദശരഥൻ ദേവകളോടൊപ്പം ചെന്ന് അമരാവതിയിലേക്ക് ദശരഥനും പോയി. അങ്ങനെ എല്ലാം സത്യലോകത്തേക്ക് വിരിഞ്ചനായ അതായത് ബ്രഹ്മദേവൻ പോയി. കാർത്യായനി ദേവിയോടൊപ്പം അവിടേക്ക് വന്ന പരമേശ്വരനും കൈലാസത്തിലേക്ക് പോയി. അത് വൃഷാരൂഢനായിട്ടാണ് വന്നത്. ശ്രീരാമചന്ദ്ര നിയോഗേന പോയി, മഹാമുനി വൃന്ദവും പോയി. എല്ലാവരും പുഷ്കര നേത്രനെ വാഴ്ത്തി നിരാകുലം പുഷ്പകചാരികളും നടന്നു. പുഷ്പക വിമാനത്തിൽ വന്ന എല്ലാവരും സീതാരാമന്മാരിൽ പുഷ്പവൃഷ്ടി നടത്തി തിരികെ പോയി. പിന്നീട് ഭഗവാൻ അയോധ്യയിലേക്കുള്ള യാത്രയാണ്. പിന്നീട് വിഭീഷണൻ വളരെ ഭക്തിയോടുകൂടി പറയുകയാണ്, എന്നെ ദാസനായിട്ടുള്ള എന്നെ ഭക്തവത്സല്യം എന്നിൽ ഉണ്ടെന്നറിയാം. അങ്ങ് മംഗലസ്നാനങ്ങളൊക്കെ കുളിച്ച് ശുദ്ധമായി വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് എൻ്റെ കൊട്ടാരത്തിൽ അവിടുന്ന് എനിക്ക് തന്ന രാജ്യാഭിഷേകം നടത്തിയ ഈ കൊട്ടാരത്തിൽ ആദ്യത്തെ അതിഥിയായി അവിടുന്നും സീതാദേവിയും ലക്ഷ്മണകുമാരനെയും ആതിഥ്യം കൊടുക്കുവാൻ എന്നെ അനുഗ്രഹിക്കണം. ഇവിടെ അങ്ങയുടെ ആ പാദസ്പർശം കൊണ്ട് തന്നെ ഇത് വൈകുണ്ഠ ലോകമായി ഇത് മാറി. അതുകൊണ്ട് അങ്ങ് എൻ്റെ ആതിഥ്യം സ്വീകരിക്കണം. അപ്പോൾ പറയുകയാണ്, രാമചന്ദ്രപ്രഭു പറയുകയാണ്, എൻ്റെ സോദരനായ ഭരതൻ അയോധ്യയിൽ ആദി പൂണ്ടിരിക്കുകയാണ്, എന്നെയും കാത്തിരിക്കുകയാണ് അവൻ.
അവനും എന്നോടൊപ്പം അലങ്കാരങ്ങളും എല്ലാം ഒഴിഞ്ഞ് ഒന്നും അങ്ങനെ ഒരു എന്നെപ്പോലെ തന്നെ ഒരു താപസ നിഷ്ഠ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റൊരു രാജ്യത്തിൽ ഞാൻ അവനെ ചെന്ന് കാണുന്നവരെയും ഞാൻ ഒരു സൽക്കാരവും സ്വീകരിക്കരുത്. അവനോട് കൂടിയായി ഞാൻ എല്ലാം ഉള്ളൂ, സ്നാനാദികളും മറ്റു കാര്യങ്ങളും എല്ലാം. അതുകൊണ്ട് 14 സംവത്സരം തികയുന്ന ദിവസം കാത്ത് അവൻ ഇരിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ നാളെയാണ് ആ 14-ാമത്തെ വർഷം പൂർത്തിയാകുന്ന ദിവസം. ആ ദിവസം ഞാൻ അവിടെ എത്തിയില്ലെങ്കിൽ അവൻ പിറ്റേ ദിവസം അഗ്നിയിൽ ചാടി മരിക്കും എന്ന് ശപഥം ചെയ്തുകൊണ്ടാണ് എൻ്റെ പാദുകങ്ങളുമായി പോയത്. അതുകൊണ്ട് ആ സമയം അടുത്തു തുടങ്ങി. അതുകൊണ്ട് ഇനിയും മറ്റൊരവസരത്തിൽ ഞാനും സീതാദേവിയും അങ്ങയുടെ ആതിഥ്യം സ്വീകരിക്കാം. എനിക്ക് അങ്ങയോട് വളരെ പ്രീതിയുണ്ട്. അതുപോലെ എന്നെ സൽക്കരിക്കുന്നതിന് പകരം എൻ്റെ വാനര വൃന്ദങ്ങളെ എല്ലാം സൽക്കരിക്കൂ, ഞാനതിൽ വളരെ പ്രീതനാകും എന്ന് പറഞ്ഞപ്പോൾ വാനരന്മാർക്ക് വേണ്ടുന്ന സദ്യയും അതുപോലെയുള്ള മറ്റ് സൗകര്യങ്ങളും എല്ലാം വിഭീഷണൻ നന്നായി ഒരുക്കി അവർക്ക് മധുരതരമായിട്ടുള്ള പാനീയങ്ങളും ഭക്ഷണങ്ങളും എല്ലാം കൊടുത്ത് അവർ വളരെ അനുഗ്രഹത്തോടുകൂടി അവരെല്ലാവരും സന്തോഷിച്ചു. അതിനുശേഷം ജാനകി ദേവിയോടുകൂടി ഭഗവാൻ ഇരിക്കുമ്പോൾ ലക്ഷ്മണ കുമാരൻ വന്ന് ചോദിക്കുന്നു. ലക്ഷ്മണന്റെ മുഖത്തെ കണ്ണുനീർ കണ്ടുകൊണ്ട് സീതാദേവി ചോദിക്കുകയാണ്, എന്തുപറ്റി ലക്ഷ്മണകുമാര അങ്ങയുടെ കണ്ണ് നിറയാൻ? അപ്പോൾ ശ്രീരാമചന്ദ്രൻ ദേവിയെ ോട് കാണിച്ച ആ അകലം കണ്ടിട്ടാണ് എനിക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് വളരെ എൻ്റെ ഹൃദയം പൊട്ടുന്ന വേദനയാണ് തോന്നിയത് എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ദേവി പരിശുദ്ധയാണെന്ന് എനിക്കറിയാം ലക്ഷ്മണ, പക്ഷേ ലോകനീതി അനുസരിച്ച് ലോകധർമ്മം അനുസരിച്ച് സീത തൻ്റെ പരിശുദ്ധി തെളിയിക്കുക തന്നെ വേണം. അതിനുവേണ്ടിയാണ് അങ്ങനെ ഒരു അഗ്നിപ്രവേശം അവിടെ നടന്നത്. തന്നെയുമല്ല, യഥാർത്ഥ സീതാദേവിയെ അഗ്നിദേവനെ ഏൽപ്പിച്ചിട്ടാണ് മായാസീതയാകുന്ന സാധാരണ ഒരു സ്ത്രീ മാത്രമായിരുന്നു അവിടെ രാവണൻ പിടിച്ചുകൊണ്ട് വന്ന സീതാദേവി നമ്മെപ്പോലെ ഒരു സാധാരണ സ്ത്രീ മാത്രമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ മായാസ്വരൂപിണിയായ ലോകമായാദേവിയായ സീതാദേവി അഗ്നിയിൽ ഒളിച്ചിരിക്കുക, അഗ്നിദേവന്റെ കൈകളിലായിരുന്നു. ആ അഗ്നിയിലേക്ക് പ്രവേശിച്ച് മായാസീത നഷ്ടപ്പെടുകയും യഥാർത്ഥ സീതാദേവി, അതായത് ലോകമായാദേവിയായ ആ പ്രകൃതീശ്വരി രാമഭഗവാന്റെ അരികിൽ എത്തുകയുമാണ് അവിടെ ചെയ്തത്. അങ്ങനെ എത്രയും ഇനി ഞങ്ങൾക്ക് പോകുവാനുള്ള ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരണമെന്ന് വിഭീഷണനോട് അടുത്ത പ്രഭാതത്തിൽ തന്നെ പോകുവാനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി തരണം, അതിനു വേണ്ടിയ കാര്യങ്ങളെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ അത് ഇനി യാതൊരു വിഷമവും വേണ്ട, പോകാനേ പുഷ്പക വിമാനം വരും, ആ വിമാനം എനിക്ക് ആവശ്യമില്ല, അങ്ങേക്കാണ് ഞാനത് തരുന്നത്. അത് കുബേരന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച് യുദ്ധം ചെയ്തെടുത്തതാണത്. കുബേരനെ തോൽപ്പിച്ചിട്ട്, അളകാപുരിയിലെ കുബേരനെ തോൽപ്പിച്ചിട്ട് ലങ്കാധിപൻ അത് സ്വന്തമാക്കിയതാണ് സ്വർണ്ണ നിർമ്മിതമായ പുഷ്പക വിമാനം. അപ്പോൾ അത് അങ്ങയ്ക്ക് ഞാൻ സമ്മാനിക്കുന്നു, അങ്ങയ്ക്ക് ഞാൻ തരികയാണ് എന്ന് വിഭീഷണൻ പറയുമ്പോൾ ശ്രീരാമചന്ദ്രൻ പറയും, അതിൻ്റെ ആവശ്യം എനിക്കുമില്ല വിഭീഷണ, പക്ഷേ അപ്പോൾ ഇപ്പോൾ പോകുന്ന ആവശ്യത്തിന് വേണ്ടി എനിക്കത് വേണം എന്ന് പറയും. മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ മതി, ആ വിമാനം വരികയും അതിൽ ആൾക്കാർ കയറി കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് എത്തണമെന്ന് മനസ്സ് സങ്കല്പിച്ചാൽ തന്നെ അതിൽ കയറി പോകുവാനും കഴിയും. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയാണ് അത് ഇറക്കുകയും കയറ്റുകയൊക്കെ ചെയ്യുന്നത്. ആളുകൾ കൂടുന്നതനുസരിച്ച് അതിൻ്റെ വലിപ്പം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ദേവനിർമ്മിതമായ പുഷ്പക വിമാനമാണ് അത്. കുബേരന് തന്നെയാണ് ഭഗവാൻ കൊടുക്കുന്നത്. അങ്ങനെ അതിലേക്ക് കയറി അത് പിറ്റേ പ്രഭാതമാകുമ്പോൾ എല്ലാവരും അതിൽ അങ്ങനെ സീതാദേവിയും ഒരു വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വിയോഗത്തിൻ്റെ ഒരു സമയമാണ്. വിഭീഷണൻ വളരെ ദുഃഖത്തോടുകൂടി നിൽക്കുന്നു. വിഭീഷണന്റെ ഭാര്യയായ സരമ ദേവിയെ ഇതുവരെയും ഒരു പരിചാരകയെ പോലെ ദേവിയുടെ നിഴലായി നടന്ന ത്രിജട വിഭീഷണന്റെ മകൾ, അതുപോലെ തന്നെ മണ്ഡോദരി വന്ന ദേവിയുടെ മണ്ഡോദരിയും ധന്യമാലയുമാണ് രാവണന്റെ പത്നിമാർ. അവർ വന്ന് സീതയോട് മാപ്പിരക്കുകയും സീതയോട് ക്ഷമാപണം നടത്തുകയും
സീതാദേവിയെ പാതാരബിന്ദങ്ങളിൽ വീണ് മാപ്പ് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് തങ്ങളുടെ ഭർത്താവ് ചെയ്ത തെറ്റിന് വേണ്ടി. സീതാദേവി അവരോടൊക്കെ അമ്മയോടെന്ന പോലെ ഞാൻ അമ്മയുടെ ഒരു മകളായി എന്നെ കണ്ടുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അമ്മ തന്നെയാണ് മണ്ഡോദരി എന്ന അമ്മയെ സാന്ത്വനപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രൻ അവരോട് പറയുന്നു ഈ ഭൗതിക ജീവിതം വളരെ നിസ്സാരമാണെന്നും സന്തോഷമായി രാജമാതാക്കളായി ഇവിടെ വിഭീഷണന്റെ ഒരു കൊട്ടാരത്തിൽ വിഭീഷണന്റെ ഭരണക്രമത്തിൽ ഏറ്റവും പ്രൗഢമായ സ്ഥാനം നിങ്ങൾക്ക് തന്ന് രാജമാതാക്കളായി നിങ്ങളെ വാഴ്ത്തുമെന്നും ഒക്കെ രാമൻ അനുഗ്രഹിക്കുന്നുണ്ട് അവരെ. അതുപോലെ തന്നെ വിഭീഷണന് വല്ലാത്ത വിഷമം തോന്നുന്നു. അപ്പോൾ വിഭീഷണന് ത്രിജടയ്ക്ക് പിരിയാൻ കഴിയാത്ത ദുഃഖം വന്നു. എനിക്കൊരിക്കലും അപ്പം സീതാദേവി ത്രിജടയോട് പറയുന്നു, നിന്നെ ഒരിക്കലും എനിക്ക് പിരിയാൻ കഴിയില്ല, എൻ്റെ വേദനകളിലെല്ലാം എനിക്ക് ആശ്വാസം തന്നവളാണ് നീ, അതുകൊണ്ട് നീയും എന്നോടൊപ്പം വരണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ വിഭീഷണനെ എന്നോട് എല്ലാവരും പിരിയാൻ നേരം ഞങ്ങൾക്കും വരണം, അങ്ങയുടെ രാജ്യാധികാരത്തിൻ്റെ ആ പട്ടാഭിഷേക സമയത്ത് ഞങ്ങൾക്കും അതിൽ പങ്കെടുക്കണം. അതുപോലെ അവിടെ വന്ന കൗസല്യ തുടങ്ങിയ മാതാക്കളെയും രാജഗൃഹവും അവിടെയൊക്കെയുള്ള എല്ലാവരെയും ഭരതനെയും ശത്രുഘ്നെയും ഒക്കെ ഞങ്ങൾക്കും കാണണം, ആ മഹത്തായ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് പറയുമ്പോൾ വിഭീഷണനെയും ഭാര്യയായ സരമയും ഒക്കെ അതിലേക്ക് വരുന്നു. കുംഭകർണന്റെ ഭാര്യയെയും രാമഭഗവാൻ അനുഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സുഗ്രീവനും നീലൻ, നളൻ ഇവരൊക്കെയാണ് സേതുബന്ധനത്തിൽ പ്രധാനമായി നിന്നിരുന്നത്. അതുപോലെ സുഗ്രീവന്റെ താരയുടെ മകനായ അംഗദൻ, ഇവരെല്ലാവരും, അതുപോലെ ഹനുമാൻ സ്വാമി, ജാംബവാൻ തുടങ്ങിയവരും എല്ലാവരും അതിൽ കയറുന്നു. ബാക്കിയുള്ള വാനരസേന കിഷ്കിന്ധയിലേക്ക് പോകാൻ സുഗ്രീവൻ ആജ്ഞാപിക്കുന്നു. അങ്ങനെ രാക്ഷസരുടെയും രാക്ഷസ സ്ത്രീകളുടെയും രാക്ഷസന്മാരുടെയും ആ ലങ്കയിൽ ബാക്കിയുണ്ടായിരുന്ന എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും സ്നേഹത്തോടെയും ശ്രീരാമചന്ദ്രനും സംഘവും പുഷ്പക വിമാനം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചപ്പോൾ തന്നെ വിമാനം വന്നു. അതിലേക്ക് എല്ലാവരും കയറി ഇങ്ങനെ പോകുന്ന സമയത്ത് ലങ്കയിൽ അതിന് വിജയസൂചകമായിട്ടുള്ള വെടി ഒച്ചകൾ ഉണ്ടാകുകയും മണിമുഴക്കങ്ങൾ, കൂട്ടമണിമുഴക്കങ്ങളും വാദ്യഘോഷങ്ങളും ഒക്കെയായിട്ടാണ് സീതാദേവിയെയും രാമചന്ദ്രപ്രഭുവിനെയും ലക്ഷ്മണകുമാരനെയൊക്കെ യാത്രയാക്കുന്നത്. അങ്ങനെ ഉത്സവത്തിന്റെ പ്രതീതിയോടുകൂടി ഇവിടെ നിന്ന് പുറപ്പെടുകയും മറ്റൊരു ഉത്സവത്തിലേക്കാണ് ചെന്ന് അയോധ്യയിലേക്ക് ചെന്ന് എത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ആ പോകുന്ന യാത്രയിൽ സീതാദേവിയോട് ഓരോ കാര്യങ്ങളും ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഞങ്ങള് ഈ ചിറകെട്ടിയ സേതുബന്ധനം നടത്തിയ സ്ഥലമാണിതെന്നും, അപ്പോൾ അത് നീ അല്ലയോ ദേവി അത് കാണുക, വത്സേ ജനകാത്മജേ ശൃണു വല്ലഭേ എന്ന് പറഞ്ഞ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ത്രികുടാചലം അതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലത്ത്, ഏറ്റവും ഉയർന്ന സ്ഥലത്താണ് വിശ്വമോഹനമായ ലങ്കാപുരം, അത് കാണുക. അതേണ്ട യുദ്ധം ചെയ്ത സ്ഥലങ്ങൾ കാണുക. അതുപോലെ വാനരന്മാരും രാക്ഷസന്മാരും തമ്മിൽ ഘോരമായ യുദ്ധം ഉണ്ടായ സ്ഥലമാണ് ഈ കാണുന്നത്. കുംഭകർണൻ മകരാക്ഷനും ഒക്കെ എൻ്റെ കൈകൊണ്ടാണ് മരിച്ചത്. അതെല്ലാം ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, യുദ്ധത്തിന്റെ ആ വർണ്ണനകളൊക്കെ. ധാരാളം രാക്ഷസന്മാരെയും കൊന്നൊടുക്കി, അതുകൊണ്ട് സേതുബന്ധനം നടത്തിയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അതുപോലെ ഇവിടെ ഞാൻ ഭഗവാൻ പന്നകഭൂഷണനെ ഞാനിവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, അത് കണ്ട് മനസ്സുകൊണ്ട് വണങ്ങൂ. ശിവഭഗവാനെ രാമേശ്വരം കാണിച്ചു കൊടുക്കുകയാണ്. അതിനി കിഷ്കിന്ധാപുരിയിലേക്ക് കാണൂ. അപ്പോൾ കിഷ്കിന്ധാപുരി കാണിച്ചു കൊടുക്കുമ്പോൾ സീതാദേവി പറയും, ഈ മനോഹരമായ ആ ഭഗവാന്റെ വാക്കുകൾ കേട്ടിട്ട് ദേവി പറയും, താര മുതലായിട്ടുള്ള വാനര സുന്ദര സ്ത്രീകള് അവരെയും കൊണ്ടുവരണം. ഇവരും വാനരന്മാരും ഒരുപാട് നാളായി ഭാര്യമാരെ അകന്നു നിൽക്കുകയല്ലേ. ഭാർത്തൃവിയോഗം എന്നോളം ദുഃഖം അനുഭവിച്ചവരും മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്ക് ആ ദുഃഖം അറിയാം. അതുകൊണ്ട് അവരെയും കൂടി വിളിച്ച് എളുപ്പം നമുക്ക് അവരെ ഇതിൻ്റെ കൂടെ കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ വാനരന്മാര് പെട്ടെന്ന് തന്നെ അവിടെ
മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതനുസരിച്ച് കിഷ്കിന്ധയിൽ ആ വിമാനം താഴ്ന്നിറങ്ങുകയും വാനരർ അവരവരുടെ ഗൃഹങ്ങളിൽ നിന്ന് അവരുടെ ഭാര്യമാരുമായി താരയും രുമയും ഒക്കെയായി അതിൽ പ്രവേശിക്കുകയുമാണ്. അങ്ങനെ എല്ലാവരും അപ്പോൾ താരയെ വളരെ ഗാഠമായി ആലിംഗനം ചെയ്യുകയും ചുംബിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സീതാദേവി. അങ്ങനെ വീണ്ടും യാത്ര തുടരുന്നു. മനോഹരമായിട്ടുള്ള ഋഷ്യമൂകാചലത്തിൻ്റെ ഏറ്റവും മുകളിലെ വെച്ച് ഋഷ്യമൂകാചലത്തിൽ വെച്ചാണല്ലോ ദേവി ഈ വാനര സംഘത്തിന് 4 പേരെ കാണുന്നതും തൻ്റെ ഉത്തരീയത്തിൻ്റെ ഒരു ഭാഗത്ത് ആഭരണങ്ങൾ അഴിച്ച് താപ്പോട്ടിട്ട് കൊടുക്കുന്നതും ഒക്കെ. അപ്പോൾ അവിടെ വെച്ച് ശ്രീരാമചന്ദ്രൻ ഇവരെ കാണുന്ന കാര്യം കാണിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ആ ഋഷ്യമൂകാചലം കാണിക്കുന്നു. പഞ്ചവടിയിൽ നാം ഇരുന്ന സ്ഥലം കാണുക, അഗസ്ത്യാശ്രമം കണ്ട് ഭക്തിയോടെ വന്ദിക്കുക, സുധീഷ്ണാശ്രമത്തെ കാണുക, ചിത്രകൂടാചലത്തിൽ നാം പണ്ട് ജീവിച്ച സ്ഥലമാണ് ദേവി, അത് കാണൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം ഭരദ്വാജാശ്രമം, ആ യമുനാ നദിയുടെ മനോഹരമായ ആ തടപ്രദേശങ്ങൾ, ഗംഗാനദിയും യുടെയും ആ അടുത്ത ഗംഗാനദി യമുനാ നദിയുടെയൊക്കെ തീരപ്രദേശങ്ങളിലൂടെ കടന്നു പോകുകയാണ്. ആ ഭാഗങ്ങളൊക്കെ നന്നായി കാണൂ, നമ്മൾ കടന്നു വന്ന വഴികളാണെന്ന് ദേവൻ പറഞ്ഞു കൊടുക്കുകയാണ്. ശൃംഗിവേരൻ നമ്മെ നദി കടത്തിവിട്ട ഗുഹൻ വാഴുന്ന നാടാണ് കാണുന്നത്. പിന്നെ സരയൂ നദിയുടെ തീരത്താണ് നമ്മൾ ധന്യമായ അയോധ്യ നഗരം അല്ലയോ ദേവി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ രാഘവന്റെ ആ ചിത്തം അറിഞ്ഞിട്ട് വിമാനം താണു. അങ്ങനെ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലേക്ക് എത്തി. അപ്പോൾ അവിടെ ഭരദ്വാജ മുനിയോട് ചോദിക്കുകയാണ്, വിമാനത്തിൽ നിന്ന് എല്ലാവരും ഇറങ്ങിയിട്ട് രാമചന്ദ്ര പ്രഭു ചോദിക്കുകയാണ്, എൻ്റെ മാതൃജനത്തിനും സഹോദരന്മാർക്കും അയോധ്യയ്ക്കുമൊക്കെ സൗഖ്യമല്ലേ മുനി, സഹോദരന്മാർക്കും എല്ലാം ആചാര്യജനത്തിനും എല്ലാം സൗഖ്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ താപസശ്രേഷ്ഠനായ ഭരദ്വാജൻ പറയുകയാണ്, ആർക്കും ഒരു താപവുമില്ല അയോധ്യാപുരിയിൽ. എല്ലാ ദിവസവും നിത്യം ഭരതനും ശത്രുഘ്ന കുമാരന്മാരും ശുദ്ധമായ ഫലമൂലങ്ങളും ഒക്കെ ഭക്ഷിച്ച് ജഡാവൽക്കലധാരികളായിട്ട് സത്യസ്വരൂപനായ അങ്ങയെ മനസ്സിൽ ചിന്തിച്ച് പാതുകം വെച്ച് പൂജിച്ചുകൊണ്ട് പുഷ്പാഞ്ജലിയൊക്കെ നടത്തി നിത്യേന കർമ്മങ്ങൾ ചെയ്ത് അങ്ങയ്ക്ക് വേണ്ടി ആ രാജ്യം ഭരിക്കുന്നത് കൊണ്ട് രാജ്യത്ത് ഒരു കുഴപ്പവുമില്ല, എല്ലാം നന്നായി പോകുന്നു എന്ന് ഭരദ്വാജ മുനി പറയുകയാണ്. എന്നിട്ട് ആ ദിവസം അവിടെ ലക്ഷ്മി ഭഗവതിയാകുന്ന സീതാദേവിയുമായി അവിടെ നിൽക്കണം, നിന്നിട്ട് നാളെ പ്രഭാതത്തിൽ നമുക്ക് ഇവിടുന്ന് യാത്ര തിരിക്കാമെന്ന് പറയുമ്പോൾ അവിടെ അവർക്ക് ആ ദിവസം താമസിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ ഭരദ്വാജ മഹർഷി തൻ്റെ താപസ വൈഭവം കൊണ്ട് സൃഷ്ടിക്കുകയും അന്നത്തെ ദിവസം അവിടെ കഴിയുകയുമാണ് ചെയ്യുന്നത്. അതിനടുത്ത ദിവസം അയോധ്യ നഗരിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ. പിന്നെ ആ സമയത്ത് അവിടെ തങ്ങുന്ന അവസരത്തിൽ രാഘവ സ്വാമി ഹനുമാൻ സ്വാമിയോട് പറയുകയാണ്, ഭരതനോട് ചെന്ന് അയോധ്യയിലേക്ക് ചെന്ന് അല്ലയോ ഹനുമാനെ അവിടുന്ന് വിവരങ്ങളെല്ലാം കണ്ടു പറഞ്ഞ് അറിയിക്കണം, വൃത്താന്തമെല്ലാം ഒന്നൊഴിയാതെ ചെല്ലണമെന്ന്. അപ്പോൾ ഗുഹനെയും കണ്ട് അവസ്ഥകളെല്ലാം പറയുക. അങ്ങനെ മനുഷ്യവേഷം ധരിച്ചാണ് മാരുതി അവിടേക്ക് പോയി ശ്രീരാമ വൃത്താന്തം ഗുഹനെയെല്ലാം കേൾപ്പിച്ചു. എന്നിട്ട് നന്ദിഗ്രാമം എന്ന് പറയുന്ന സ്ഥലത്താണ് ഭരതനും ശത്രുഘ്നനും ധ്യാനനിരതരായി ഭഗവാനിലെ പാദുകങ്ങൾ പൂജിച്ച് ജീവിക്കുന്നത്. ജഡാവൽക്കലം പൂണ്ട് ജീവിക്കുകയാണ്. അവിടെ ഫലമൂലാദികളൊക്കെ കഴിച്ചിട്ട് വളരെ കൃശഗാത്രന്മാരായി അവർ രണ്ടുപേരും. ആ ബാലന്മാർ വാഴുന്നത് കണ്ടിട്ട് മാരുതിക്ക് ഭയങ്കര ബഹുമാനം തോന്നി. അദ്ദേഹം ഇത്രയും മറ്റാരുമില്ല ഭക്തന്മാര് ഈ അവനിയിൽ ഇത്രയും ഭക്തരായിട്ടുള്ളവര് എന്ന് കൽപ്പിച്ച് വണങ്ങിക്കൊണ്ട് വിനീതനായിട്ട് മാരുതി അവരോട് പറയുകയാണ്, ഹനുമാൻ സ്വാമി അഗ്രജൻ അങ്ങയുടെ ജ്യേഷ്ഠൻ ഉടനെ തന്നെ ഒരു മുഹൂർത്ത മാത്രത്തിൽ തന്നെ ഇവിടെ എത്തും, അല്ലയോ ഗുണനിധേ, സീതയോടും സുമിത്രാത്മജനോടും പിന്നെ വളരെ ആദരവേറുന്ന കവികുലവർഗത്തോടും സുഗ്രീവനോടും വിഭീഷണനോടും ഒക്കെ ആയിട്ട് വളരെ ആ രക്ഷോബലത്തോടു കൂടിയും പുഷ്പ വിമാനത്തിലേറി ഇപ്പോൾ ഇവിടേക്ക് എത്തും ആ ദയാപരനായ ശ്രീരാമചന്ദ്രൻ.
രാവണനെ കൊന്ന് ദേവിയെയും വീണ്ട് ദേവകളുടെ അഭിലാഷങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ട് വരുന്ന ആ ശ്രീരാമചന്ദ്രൻ ലോകത്തിൻ്റെ എല്ലാ ദുഃഖവും തീർത്ത് ഇനിയും അനേകകാലം സന്തോഷമായിട്ട് ഇനിയും എല്ലാവർക്കും കൂടി സന്തോഷമായിട്ട് ജീവിക്കാം, അതിനുള്ള അവസരം ആകുന്നു. ഇത് കേട്ടപ്പോൾ ഭരതകുമാരനും സമോദപൂർവം വിമൂർച്ഛിതനായി വീണു. എൻ്റെ ഭഗവാൻ, എൻ്റെ ചേട്ടൻ, എൻ്റെ കാരുണ്യമൂർത്തി വരുന്നു എന്ന് കേട്ടപ്പോൾ ആനന്ദം കൊണ്ട് കുഴഞ്ഞു വീഴുകയാണ് അവിടെ ചെയ്തത്. അതിനുശേഷം ഗാഠമായി ആലിംഗനം ചെയ്തു. സന്തോഷ വാർത്തയെ അറിയിച്ച ആ ഹനുമാൻ സ്വാമിയെ ഗാഠമായി ആലിംഗനം ചെയ്തു. അങ്ങനെ ആനന്ദ ബാഷ്പം കൊണ്ട് പരസ്പരം കണ്ണുനീർ കൊണ്ട് മുഖം കഴുകുകയാണ്, കണ്ണുനീർ വരികയാണ്. അല്ലയോ ദേവോത്തമനായ ദേവോത്തമനാണോ അത് അങ്ങ് നരോത്തമനാണോ? ഭവാൻ എന്നോട് ഇത്രയും കൃപ കാണിച്ചല്ലോ, എന്നോട് ഈ ഇഷ്ടവാക്യം ചൊന്നല്ലോ, ഇതിന് മറ്റൊന്നും എന്താണ് ഞാൻ തരേണ്ട പ്രതിഫലം? എൻ്റെ ദുഃഖം കളഞ്ഞവനല്ലേ എവിടുന്ന് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഹനുമാൻ സ്വാമിയെ ഗാഠഗാഠം പുണരുകയാണ്. ചിത്രകൂട പർവ്വതത്തിൻ്റെ സമീപത്ത് നിന്ന് അതിനുശേഷം ഭരതൻ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം പിന്നീട് ശ്രീരാമൻ്റെയും സീതാദേവിയുടെയും ലക്ഷ്മണൻ്റെയും ജീവിതത്തിലുണ്ടായ ഓരോ സംഭവങ്ങളും ഒന്നൊഴിയാതെ ഹനുമാൻ സ്വാമി ഭരതനോടും ശത്രുഘ്നനോടും പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അങ്ങനെ പരസ്പരം മനസ്സിലാക്കുകയാണ്. ശ്രീരാമനെ വധിച്ചതും അതിനുശേഷം വിഭീഷണനെ അഭിഷേകം ചെയ്യിച്ചതുമെല്ലാം. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ വളരെ നമ്മുടെ പൂജ്യനായ ദേവൻ എഴുന്നള്ളുന്ന നേരത്ത് രാജ്യമെല്ലാം അലങ്കരിക്കണം, ക്ഷേത്രങ്ങൾ തോറും ബലിപൂജ ചെയ്യണം, ധാരാളം ദീപങ്ങളാൽ അലങ്കൃതമാക്കണം, സൂതന്മാര്, വൈതാളികന്മാര്, വന്ദിത സ്തുതി പാഠകര്, അങ്ങനെ നാനാജാതി ജനങ്ങൾ എല്ലാവരും വരണം എന്ന് ഭരതൻ പറയുകയാണ്. വാദ്യങ്ങളെല്ലാം ഉപയോഗിക്കണം, വളരെ വലിയ പലതരത്തിലുള്ള വാദ്യോപകരണങ്ങളെല്ലാം വേണം, രാജധാരങ്ങളായ മാതൃജനങ്ങളെയെല്ലാം ഒരുക്കണം. അതുപോലെ തന്നെ കുതിരകളും ഗജവും രഥപങ്ക്തികളും സൈന്യങ്ങളും എല്ലാവരും റെഡിയായി നിന്ന് വേണം ഭഗവാനെയും ദേവിയെയും ഒക്കെ എല്ലാവരെയും എതിരേൽക്കാൻ. വാനര നാരീജനത്തെ എല്ലാം അലങ്കരിച്ചിട്ട് ആരൂഢമോദം എല്ലാവരും വരണം, അവരെയൊക്കെ അലങ്കരിച്ച് കൊണ്ടുവരണം. കൊടിക്കൂറകളൊക്കെ ഓരോ സ്ഥലത്തിലും നമ്മുടെ രാജകീയ കുടികളെല്ലാം വഴികളിലെല്ലാം എല്ലാം ഇങ്ങനെ അത് തൂക്കണം. കൊടികളും തോരണങ്ങളും ഒക്കെ വേണം, പൂർണ്ണ കുംഭങ്ങൾ വേണം, ധൂപദീപങ്ങൾ വേണം, തൂർണവും പുരദ്വാരി ചേർക്ക സമസ്തരും എല്ലാവരും പലവിധത്തിലുള്ള ഒരുക്കങ്ങളോടെ ആദരവോടുകൂടി എല്ലാ വിധമായിട്ടുള്ള രാജകീയമായിട്ടുള്ള പ്രൗഢിയോടും കൂടി വേണം വരുന്ന ദേവനെയും ദേവിയെല്ലാം നമുക്ക് സ്വീകരിക്കേണ്ടത്. താപസവൃന്ദം വേണം, ഭൂസുരവർഗം വേണം, ഭൂപതി വീരരും എല്ലാവരും പല സ്ഥലത്തു നിന്നുള്ള രാജാക്കന്മാരെയും വൃന്ദത്തെയും എല്ലാവരെയും വരുത്തണം. പൗരജനങ്ങളും ധാരാളം വരണം, ബാലന്മാരും വൃദ്ധന്മാരും ഉൾപ്പെടെ എല്ലാവരെയും ഇതിനുവേണ്ടി ശ്രീരാമചന്ദ്രനെ വരവേൽക്കാൻ വേണ്ടി കാണുന്നതിന് വേണ്ടി എല്ലാവരും നമ്മുടെ രാജ്യത്തും നമ്മുടെ സാമന്തരായിട്ടുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് എല്ലാവരെയും വരുത്തണം. ഭരതനും ശത്രുഘ്നനും അങ്ങനെ വളരെ ശത്രുഘ്നനും ഭരതന്റെ ആജ്ഞപ്രകാരം ഇതെല്ലാം ചെയ്യുകയാണ്. അങ്ങനെ ശ്രീരാമദേവനെ കാണുന്നതിനായിട്ട് പൗരജനങ്ങൾ നിറഞ്ഞു വരാൻ തുടങ്ങിയ അയോധ്യയിൽ ഇത് വിളംബരം ചെയ്തു. ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണകുമാരനും 14 സംവത്സരം കഴിഞ്ഞ് അയോധ്യയിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പെരുമ്പറ കൂട്ടി നാടുമുഴുക്കെ അറിയിക്കുകയും മറ്റ് സ്ഥലങ്ങളിലേക്ക് ദൂതന്മാരെ അയക്കുകയും ഉത്സവ സമാനമായ അന്തരീക്ഷം അയോധ്യയിലും പരിസരത്തും ആ കോസല രാജ്യത്ത് നിറഞ്ഞു. അങ്ങനെ 10,000 തേര്, 100,000 കുതിരപ്പടകള്, ആനകളുടെ പട 100,000, കാലാൾപ്പടകള്, അതുപോലെ രാജനാരീജനത്തിനെ എല്ലാം പല്ലക്കിൽ കൊണ്ടുവരുന്നു. രാജകുമാരന്മാർ വരുന്നതിനെ കാണാൻ വേണ്ടി ഭരതനാണെങ്കിലോ തൻ്റെ തലയിലേക്ക് വളരെ ഭക്തിയോടുകൂടി രാമപാദങ്ങൾ ആകുന്ന ആ പാദുകങ്ങൾ തലയിൽ വെച്ച് ഇങ്ങനെ ചെല്ലുകയാണ് സ്വീകരിക്കുവാൻ വേണ്ടി. അപ്പോൾ ആ പുഷ്പക വിമാനം വളരെ പൂർണ്ണ ശോഭയോടുകൂടി കാണുന്നു.
അത്ഭുതത്തോടുകൂടി എല്ലാവരും അതിനെ സാഹൂതം നോക്കുന്നു. അങ്ങനെ ബ്രഹ്മദേവന്റെ നിർമ്മിതമായ ബ്രഹ്മാവിനാൽ നിർമ്മിതമായ പുഷ്പസമാനമായ പുഷ്പക തേരിൽ നിന്ന് ആ വിമാനത്തിൽ നിന്ന് സീതാദേവിയും ലക്ഷ്മണ സുഗ്രീവ നക്തഞ്ചരാദികളും മുഖ്യനായിട്ടുള്ള സൈന്യ സമേതം എല്ലാവരും കണ്ടുകൊള്ളുവിൻ. എല്ലാവരും ഉൾപ്പെടെ ദേവി ഭഗവാനും വന്ന് ഇറങ്ങുന്നത് കണ്ടുകൊള്ളുക, ആ പരമാനന്ദ വിഗ്രഹരൂപിയായ സാക്ഷാൽ പുരുഷോത്തമനെ. അങ്ങനെ ബാലവൃദ്ധ തരുണി വർഗങ്ങൾ എല്ലാവരും കോലാഹലം, ദേവിയെ കാണാനും ഭഗവാനെ കാണാനുമുള്ള കോലാഹലമൊന്നും പറഞ്ഞറിയിക്കാൻ വയ്യ. അങ്ങനെ മഹാമേരു പർവ്വതത്തിന്റെ മൂർധനി വിളങ്ങുന്ന ശോഭ പോലെ ഭഗവാനും ദേവിയും ഇങ്ങനെ കണ്ടു. ആ മേരുപർവ്വതത്തിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ കഴിയുന്നത് പോലെയാണ് ഭഗവാനെയും ദേവിയെയും കാണാൻ കഴിയുന്നത് എന്നാണ് പറയുന്നത്. എല്ലാവരുടെയും കണ്ണുകളിൽ ആനന്ദ ബാഷ്പം. ഭരതനും തൻ്റെ അനുജനായ ശത്രുഘ്നനുമായി വിമാനത്തിൽ നിന്നിറങ്ങുന്ന രാമചന്ദ്ര പ്രഭുവിനെ തവണ വീണ് നമസ്കരിക്കുകയാണ്. അപ്പോൾ തൻ്റെ ഹൃദയത്തിൽ ചേർത്ത് പുണരുകയാണ്. അതിനുശേഷം ആ ബാലകന്മാരെ രണ്ടുപേരെയും ശരീരത്തോട് ചേർത്ത് തഴുകുന്നു. അതുപോലെ തന്നെ അവർ ലക്ഷ്മണകുമാരനും അതുപോലെ തന്നെ സീതാദേവിയെ വന്ദിക്കുന്നു. സൗമിത്രിയും വളരെ സ്നേഹത്തോടുകൂടി പരസ്പരം ഗാഢാലിംഗനം ചെയ്യുന്നു സഹോദരന്മാരെ. വൈദേഹിയുടെ പദം വീണ് വണങ്ങുന്നു. സുഗ്രീവൻ, അംഗദൻ, ജാമ്പൻ, നീലൻ, മൈന്ദൻ, വിവദൻ, സുഷേണൻ, താരൻ, ഗജൻ, ഗവയാക്ഷൻ, ഗവയൻ, നളൻ, വീരൻ, വൃഷഭൻ, ശരഭൻ, പനസൻ, ശൂരൻ, വിനിതൻ, വികടൻ, ധതിമുഖൻ, വേഗദർശി, സുമുഖൻ, ഗന്ധമാദനൻ, കേസരി, മറ്റുള്ള കവിനായകന്മാരെയും വളരെ ആനന്ദത്തോടെ ഗാഠം പുണർന്ന് എല്ലാവരും സ്വീകരിക്കുന്നു. അവരെല്ലാവരും പുരുഷവേഷം ധരിച്ചാണ് കവികളെല്ലാം വന്നേക്കുന്നത്. പരസ്പരം കുശലം ചോദിക്കുകയും അയോധ്യ നിവാസികളും രാജധാരങ്ങളും ഒക്കെ ആയിട്ട് സംസാരിക്കുകയും വളരെ സന്തോഷകരമായിട്ടുള്ള വളരെ ഉച്ചത്തിലുള്ള വെടിനാദങ്ങളും മണിമുഴക്കങ്ങളും ദീപാലങ്കൃതമായിട്ടുള്ള സുമംഗലികളായിട്ടുള്ള സ്ത്രീകളും കന്യകമാരായിട്ടുള്ള സ്ത്രീകളും ഒക്കെ ഇങ്ങനെ താലപ്പൊലികളൊക്കെ എടുക്കുന്നു. മൊത്തം അലങ്കൃതമായ അവസ്ഥയിൽ അവരെ സ്വീകരിച്ച് കൊണ്ടുവരുന്നു. അതുപോലെ രാജമാതാക്കളുടെ ഭഗവാൻ വളരെ ഭക്തിയോടുകൂടി കൗസല്യയുടെ പാദം വണങ്ങുന്നു. കാലിൽ അപ്പോൾ ദേവി കൗസല്യ മാതാവ് ഭഗവാനെ പുണർന്ന് അമ്മയുടെ അത്രയും കാലം കഴിഞ്ഞിട്ടും അമ്മയുടെ സ്തനങ്ങളിൽ നിന്ന് പാൽ ചുരന്നു. അതാണ് മാതൃവാത്സല്യം ആണ് അതവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കൈകേകിയായ മാതൃജനത്തെയും നന്ദിച്ചു വണങ്ങി അവരും സ്നേഹപൂർവ്വം തൻ്റെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പൊറുക്കണമെന്നുള്ള അപേക്ഷയോടുകൂടി മനസ്സിൽ അങ്ങനെ രാമചന്ദ്ര പ്രഭുവിനെ തഴുകി ആലിംഗനം ചെയ്യുന്നു. ലക്ഷ്മണനും മാതൃപാദങ്ങൾ കൂപ്പി അവരും എല്ലാ അമ്മമാരും അവരുടെ മനസ്സിലെ എല്ലാ വേദനകളും അകർന്ന് മക്കളെ ഹൃദയത്തിൽ ചേർത്ത് വാരി പുണർന്നു. സീതയും മാതൃജനങ്ങളെയെല്ലാം വന്ദിച്ചിട്ട് മോദം ഉൾക്കൊണ്ട് എല്ലാവരും സീതാദേവിയെയും പുണരുന്നു. കവിളിലൂടെ ഒഴുകുന്ന ആ കണ്ണുനീരൊക്കെ തുടച്ചു മാറ്റി സ്നേഹത്തോടെ ആലിംഗനങ്ങളും ചുംബനങ്ങളും ഒക്കെ കൊടുത്ത് പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുന്നു. അപ്പോൾ ശ്രീരാമ പാദാരവിന്ദങ്ങളിൽ ചേർന്ന് ഭക്തിപരവശനായ ഭരതൻ പറയുന്നു, അങ്ങ് ഇനിയും പൂജ്യനായ അങ്ങയുടെ മുന്നിൽ ഞാൻ അങ്ങ് ഏൽപ്പിച്ച ഈ രാജ്യം ഞാൻ തിരിച്ചു തരികയാണ്. എൻ്റെ ജന്മം സഫലമായി വന്നു. അതുപോലെ തന്നെ എൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും സഫലമായി. ഞാനിത് ആഗ്രഹിച്ചതാണ്. 14 സംവത്സര കാലം കഴിയുമ്പോൾ അങ്ങ് വരികയും അങ്ങയുടെ കൈകളിൽ ഈ രാജ്യം സമൃദ്ധമായി ഏൽപ്പിക്കുകയും അങ്ങ് മഹാപ്രഭുവായി വാഴുകയും ഞങ്ങൾ അങ്ങയുടെ സേവകരായി കഴിയുകയും ചെയ്യുന്ന ആ ഒരു സ്വപ്നം ഇന്ന് സാക്ഷാത്കരിക്കുകയാണ്. അങ്ങ് ഇവിടുന്ന് പോകുന്നതിനേക്കാൾ 10 മടങ്ങായിട്ട് രാജഭണ്ഡാരമുണ്ട്. ആനയും തേരും കുതിരയും എല്ലാം അതിനേക്കാൾ 10 മടങ്ങ് 100 കണക്കിനധികം എല്ലാം ഞാൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. രാജ്യം ഇത്രയും നാൾ അങ്ങയുടെ കാരുണ്യം കൊണ്ടാണ് ഞാൻ സംരക്ഷിച്ചത്. എല്ലാം അങ്ങയുടെ പാതാരബിന്ദങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങനെയും ഇതെല്ലാം പരിപാലനം ചെയ്യുക. എനിക്ക് മറ്റൊരു ആലംബനം അങ്ങല്ലാതെ ഇല്ല കാരുണ്യമൂർത്തി എന്ന് പറഞ്ഞ് തന്നെ ഉൾപ്പെടെ
ആ രാജ്യമല്ല, തങ്ങൾ സഹോദരങ്ങളെ ഉൾപ്പെടെ രാമന്റെ പാദാന്തിയെ സമർപ്പിക്കുകയാണ് ആ സഹോദരങ്ങൾ. ഇതാണ് സഹോദര സ്നേഹം. നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. വളരെ ചെറിയൊരു തുണ്ട് ഭൂമിയും ചൊല്ലി സഹോദരങ്ങളെ പരസ്പരം കേസിന് പോവുകയും കൊല നടത്തുകയും അച്ഛനമ്മമാരെയൊക്കെ തള്ളിപ്പറയുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇത് രാജ്യം ഭരതൻ കൊടുക്കുന്നു. ഭരതൻ കൊടുത്തിട്ട് ഭരതൻ അത് ഭരിക്കാതെ ഒരു താപസനെ പോലെ ശുഷ്ക ആഹാരങ്ങളൊക്കെ കഴിച്ച് വേറൊരു സ്ഥലത്ത് ജീവിക്കുകയാണ്, ജ്യേഷ്ഠന്റെ പാദുകങ്ങൾ പൂജിച്ചുകൊണ്ട്, ജ്യേഷ്ഠന്റെ ഒരു സേവകനായിട്ട്. രാമചന്ദ്രപ്രഭുവോ രാജ്യം കൊടുക്കാൻ പട്ടാഭിഷേകം നടത്താൻ തീരുമാനിക്കുമ്പോൾ അച്ഛനും അമ്മയും വനത്തിൽ പോകുമെന്ന് പറയുമ്പോൾ അത് സന്തോഷത്തോടെ പോകുന്നു. ആ അച്ഛനോടും അമ്മയോട് എന്തെങ്കിലും ദ്രോഹം മനസ്സിൽ തോന്നി വളരെ സന്തോഷമായിട്ടാണ് കൈകേയി മാതാവിനോടും കൗസല്യ മാതാവിനെ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ മാതൃഭക്തിയോടാണ് കൈകേയി മാതാവിനോട് രാമചന്ദ്രപ്രഭു കാണിക്കുന്നത്. അവിടെ ആ സ്വാർത്ഥതയുടെയോ അല്ലെങ്കിൽ എനിക്ക് രാജ്യം വേണം എന്നുള്ള ഒന്നും ഇല്ല. എല്ലാം നിസ്വാർത്ഥമായ സാഹോദര്യ സ്നേഹവും ഭാര്യ-ഭർത്തൃ ബന്ധവും പിതൃപുത്ര ബന്ധവും ഒക്കെയാണ് നമ്മൾ കാണുന്നത് രാമായണത്തിൽ. ഇതുകൊണ്ട് തന്നെയല്ലേ രാമായണം എല്ലാ കാലത്തും എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നത്. അതുതന്നെയാണ് ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും ഹനുമാൻ സ്വാമിയുടെയും എല്ലാ അയോധ്യ നിവാസികളുടെയും ആ രാജമാതാക്കളുടെയും എല്ലാവരുടെയും കാരുണ്യത്തിന് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.